ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു യൂസറിനെ ലോഗിൻ ചെയ്യിക്കാൻ പറ്റുമെന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്തൊരു രജിസ്റ്റർ ചെയ്യിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് എനിക്ക് ലോഗിൻ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു HTML പേജ് വേണം. ലോഗിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു HTML പേജ് വേണം. നിങ്ങളുടേതായ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യൂസർ നെയിമിനുള്ള ഒരു ഫീൽഡ് കൊടുക്കണം, ദെൻ പാസ്വേഡ് ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് കൊടുക്കണം, പിന്നെ സബ്മിറ്റ് ബട്ടണും കൂടി കൊടുക്കണം. അത്രേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ CSRF ടോക്കൺ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തപ്പോഴും കൊടുത്തായിരുന്നു. അത് ഡാറ്റ പാസ് ചെയ്യുമ്പോൾ അത് ആവശ്യമുള്ള ഒരു സംഭവമാണ് CSRF ടോക്കൺ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലോഗിൻ ആക്ഷൻ ലോഗിനും പിന്നെ മെത്തേഡ് പോസ്റ്റുമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നടക്കേണ്ട ആക്ഷനാണ് ഈ ലോഗിൻ എന്ന് പറയുന്ന ആക്ഷൻ. പിന്നെ വരുന്ന മെത്തേഡ് അത് ഡാറ്റ പാസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കിയെല്ലാം നിങ്ങൾക്കൊരു HTML പേജ് CSS ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റൈൽ ചെയ്ത് ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസിൻ്റെ അകത്ത് ഇതിൻ്റെ ഫംഗ്ഷൻ എഴുതണം. അതായത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ അക്കൗണ്ട്സ് ആണ് യൂസിങ് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാനും ലോഗൗട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ആ ആപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നെക്സ്റ്റ് എന്താ ചെയ്താ നെക്സ്റ്റ് ഫംഗ്ഷൻ എഴുതുക ലോഗിന് വേണ്ടിയിട്ട്. ദെൻ നമുക്ക് എന്തെന്നാ യൂസർ നെയിമും പാസ്വേഡും ഇതിൻ്റെ അകത്തേക്ക് ഗെറ്റ് ചെയ്തെടുക്കണം. അത് നേരത്തെ നമ്മൾ രജിസ്റ്ററിൽ ചെയ്ത പോലെ തന്നെ സിമിലർലി യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ യൂസർ നെയിമിനെയും പാസ്വേഡിനെയും രണ്ട് വേരിയബിളിലേക്ക് ഫോമിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് രണ്ട് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യൂസറിനെ ലോഗിൻ ചെയ്യിക്കാനുള്ള കോഡ് എഴുതാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വേരിയബിളിലേക്ക് യൂസറിനെ ഒതന്റിക്കേറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് auth.authenticate എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മുടെ അതിൻ്റെ അകത്ത് ടേബിളിലെ ഫീൽഡ് നെയിമിൻ്റെ അകത്തേക്ക് നമ്മുടെ വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അസൈൻ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ അടിച്ചു കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? നോട്ട് നൺ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അതേസമയം ഇത് യൂസർ നെയിമും പാസ്വേഡും അതിനകത്ത് ഇല്ല, അല്ലെങ്കിൽ മാച്ചിങ് അല്ല, അതായത് യൂസർ നെയിമിന് കറക്റ്റ് പാസ്വേഡ് അല്ല അടിച്ചു കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ അത് നൺ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ നൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നൺ അല്ലെങ്കിൽ കറക്റ്റ് ആണ്. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യിക്കാം. ദെൻ നമുക്ക് ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യിക്കാം. മെസ്സേജ് പാസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലോഗിൻ തന്നെ റീഡയറക്റ്റ് ചെയ്യിക്കാം.
ഇത് നമ്മുടെ HTML പേജ് വ്യൂ ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, റൺ ചെയ്തു. ഇനി എന്ന് പറഞ്ഞാൽ മെസ്സേജ് നമ്മളിവിടെ കൊടുത്തു, പക്ഷെ നമ്മുടെ ലോഗിൻ പേജിൽ ആ ഒരു മെസ്സേജ് വരാനുള്ള ആ ഒരു കോഡ് നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാനിപ്പോൾ രജിസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി അതിനൊരു കോഡ് കൊടുത്തായിരുന്നു, ആ ഒരു കോഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. സെയിം കോഡ് തന്നെ ഇവിടെയും കൂടി കൊടുക്കാം. അതായത് ഇൻവാലിഡ് ക്രെഡൻഷ്യൽ ആണെങ്കിൽ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവിൻ്റെ അകത്ത് ഫംഗ്ഷൻ എഴുതി, ഇനി നമ്മൾ എന്ത് ചെയ്യണം, URL-ന്റെ അകത്ത് അത് മാപ്പ് ചെയ്യണം. ഇപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് login.html നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഗിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വ്യൂസിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷനെ നമ്മുടെ ആപ്പിന്റെ URL മാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സെർവർ റൺ ചെയ്ത് നോക്കാം. അതുപോലെ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു ഇത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോഗിൻ്റെ അകത്തേക്ക് റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബട്ടൺ വേണ്ടേ, അത് ഇൻഡെക്സ് പേജിൻ്റെ അകത്ത് നമ്മളൊരു ലോഗിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക് കൂടെ ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഐ മീൻ ഡെസ്റ്റിനേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ആപ്പിന്റെ നെയിം സ്ലാഷ് ഫംഗ്ഷന്റെ നെയിം, ലോഗിൻ എന്നാണ് ഫംഗ്ഷന്റെ നെയിം, ആ ഫംഗ്ഷന്റെ നെയിം ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് വന്നു. ഇനി ഞാൻ ഓൾറെഡി ഉള്ളൊരു യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കുകയാണ്. ആദ്യം പാസ്വേഡ് ഒന്ന് തെറ്റിച്ചു കൊടുത്ത് നോക്കാം. ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നും പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലോഗിൻ ചെയ്തില്ല. ഇനി നമുക്ക് കറക്റ്റ് പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആവുന്നു നോക്കാം. നമുക്ക് ലോഗിൻ ആയി. അത് ബാക്ക് ഞാൻ ആ ഒരു ഈ ഇൻഡെക്സ് പേജിലേക്ക് തന്നെയാണ് റീഡയറക്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ഇവിടെ വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാനും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു പേജിലേക്ക് റീഡയറക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേറൊരു പേജിലേക്ക് റീഡയറക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേറൊരു പേജ്, ആ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ റീഡയറക്ഷൻ അങ്ങോട്ട് ആക്കി സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഈ രജിസ്റ്ററും ലോഗിനും നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.